നടിയെ ആക്രമിച്ച കേസിന്റെ വിധി വന്നു. ദിലീപ് കുറ്റക്കാരനല്ല. അത് എന്തടിസ്ഥാനത്തിൽ? തെളിവുകളൊന്നും തന്നെ ഗൂഢാലോചന നടത്തിയതായിട്ടില്ലെന്നാണ് കോടതി പറയുന്നത്. പ്രോസിക്യൂഷൻ അങ്ങനെ ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, തെളിയിക്കാനായിട്ട് പറ്റിയിട്ടില്ല. 6 പേരെ ശിക്ഷിച്ചു. ജീവപര്യന്തമാണോ ഇവർക്ക് കിട്ടാൻ പോകുന്നത്? ശരിക്കും അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ? സോഷ്യൽ മീഡിയ മുഴുവൻ രണ്ടായിട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദിലീപിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരും അതിജീവിതയുടെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരും അതിജീവിതയ്ക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അതേസമയം തന്നെ ഇത് ദിലീപ് അല്ല ചെയ്തത് എന്നുള്ള കാര്യം പറയുന്നു ഉണ്ട്. എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെ വിശേഷങ്ങൾ പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, 11 മണിയായപ്പോഴത്തേക്കും നമ്മുടെ കോടതിയിൽ നിന്നും വിധി വന്നു. ഈ പറയുന്ന പോലെ നടിയെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ ആദ്യത്തെ 6 പ്രതികൾ, പൾസർ സുനി അടങ്ങുന്ന ആദ്യത്തെ 6 പ്രതികൾക്കും അവർ കുറ്റക്കാരാണ്. എല്ലാ തെളിവുകളും എന്താ പറയുക, ഗ്യാങ് ആയിട്ടുള്ള ആക്രമണം, ഗ്യാങ് റേപ്പാണ്, അതെല്ലാം തന്നെ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. എല്ലാം തെളിഞ്ഞിട്ടുണ്ടാക്കിയ ആദ്യത്തെ 6 പേരിലേക്ക് മാത്രം. 7ാമത്തെ ആളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്തായാലും പിന്നീട് 10 പേരുൾപ്പെടെ ഉണ്ടല്ലോ. അപ്പോൾ ബാക്കിയുള്ളവർ സ്വാഭാവികമായിട്ടും ഒരു നിരപരാധികളാണ് എന്നുള്ള ലെവലിലാണ് ആ വിധി കേട്ടപ്പോൾ മനസ്സിലായത്. 6 പേർക്ക് ശിക്ഷയുണ്ട്. ഇത് 12-ാം തീയതി ആയിരിക്കും ശിക്ഷ വിധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ തലേന്ന് 12-ാം തീയതി എന്താണ് ഇവർക്കുള്ള ശിക്ഷ എന്ന് പറയും. ആക്രമിച്ചത്, കൂട്ടമായിട്ട് ആക്രമിച്ചത്, എല്ലാ പരിപാടികളുണ്ട്, ഗൂഢാലോചന എല്ലാം ഉണ്ട്. ഇനി ദിലീപ് 8ാമത്തെ പ്രതിയാണ്. രാവിലെ മുതലേ ന്യൂസ് ചാനലൊക്കെ കാണുന്നതാണ്. 8 വർഷമായി നീണ്ടു നിൽക്കുന്ന കേസിൽ 8ാം പ്രതിയായ ദിലീപ് ഡിസംബർ 8ാം തീയതി വിധി വരുമ്പോൾ 8ന്റെ പണി കിട്ടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ദിലീപിനെ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്, വെറുതെ വിട്ടു. അപ്പോൾ ദിലീപ് ഈ പറയുന്നത് പോലെ ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടില്ല, അതിജീവിതയെ ആക്രമിക്കാനായിട്ട് ദിലീപ് കൂട്ടുനിന്നിട്ടില്ല, അങ്ങനെ യാതൊരു തെളിവും കണ്ടെത്താനായിട്ട് പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്നാണ് കോടതി വിധി പ്രഖ്യാപിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദിലീപ് നിരപരാധിയാണെന്നുള്ള ലെവലിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒരു ഭാഗത്തൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന 7 പേര്, ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന 7 പേര് അല്ല 7 പേരല്ല 6 പേര്, പ്രതിയാക്കി ചേർക്കപ്പെട്ട 6 പേര് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു അജണ്ട ഉണ്ടാവില്ലേ? ചുമ്മാ ഇരിക്കുന്ന ഒരു നടിയെ ആക്രമിക്കേണ്ട കാര്യം ഒരാൾക്കും ഇല്ലല്ലോ. അപ്പം അതിനൊരു അജണ്ട ഉണ്ടാവും. അപ്പം ഇതിൻ്റെ മാസ്റ്റർ മൈൻഡ് ആരാണ്? നമുക്കത് ഇതുവരെയും വ്യക്തമായി കിട്ടിയിട്ടില്ല, അല്ലേ? മാസ്റ്റർ മൈൻഡ് ആരാണ് എന്ന് അറിഞ്ഞിട്ടില്ല. പക്ഷേ കോടതി പറഞ്ഞു, ഈ പറയുന്ന പോലെ ദിലീപ് അല്ല എന്ന് കോടതി പറയുന്നുണ്ട് അതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ കോടതി പറഞ്ഞു, മതിയായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി പറയുന്നത്. പക്ഷേ ഈ കോടതിയുടെ മുകളിലായിട്ട് സുപ്രീം കോർട്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. വേണമെങ്കിൽ അതിജീവിതയ്ക്ക് അവിടെ കൊണ്ടുപോയി കേസ് കൊടുക്കാം. ഇതിൻ്റെ അപ്പുറത്തേക്കാട്ടിന് വിധി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെളിവുകൾ ഇല്ലാത്തടത്തോളം കാലം വിധിയിൽ ഇനി മാറ്റം വരാനൊന്നും പോകുന്നില്ല. തെളിവുകൾ വരണം. ഓക്കെ, അങ്ങനെ പരിപാടീസ് എല്ലാം കഴിഞ്ഞു. ദിലീപ് കോടതിയിൽ നിന്ന് ഇറങ്ങി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇറങ്ങുന്നത്. കാവ്യമാധവൻ്റെയും ദിലീപിൻ്റെയൊക്കെ ഫോട്ടോ വരെ വെച്ചിട്ടുള്ള കേക്കൊക്കെ മുറിക്കുന്നുണ്ടായിരുന്നു. ലഡു വിതരണം, പടക്കം പൊട്ടിക്കൽ, കോടതിയുടെ പുറത്താകെ മൊത്ത ബഹളം തന്നെ ആയിരുന്നു. അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ നടി ഭാഗ്യലക്ഷ്മി, നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും ബിഗ് ബോസ് താരം ഒക്കെ ആയിട്ടുള്ള ഭാഗ്യലക്ഷ്മി റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന പോലെ അതിജീവിതയുടെ കൂടെയാണുള്ളത്, അവർക്ക് എന്ത് നീതിയാണ് ലഭിച്ചത്, ഇത് തന്നെ നടക്കുമെന്ന് നമുക്കറിയാമായിരുന്നു. 3-4 വർഷം മുമ്പേ നമ്മൾ പറഞ്ഞത് തന്നെയാണ് എന്ന് പറയുന്നത്. പക്ഷേ ശരിക്കും ഇങ്ങനെ ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ കോടതിയിൽ അവർക്കൊരു മാപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല ഈ ഒരു വിഷയത്തിൽ. കാരണം കൂട്ടമായി ഒരാളെ ആക്രമിക്കുക, അതും അതിനെ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം. ഇപ്പോൾ തെളിവുള്ളതാണോ തെളിവില്ലാത്താണോ, ആര് നിരപരാധി, ആര് കുറ്റം ചെയ്തു, കോടതി ഈസ് ഓൾവേസ് എപ്പോഴും തെളിവുണ്ടോ അതിൻ്റെ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എപ്പോഴും കേസ് അങ്ങനെയാണല്ലോ. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ കോടതി വിധി പറഞ്ഞാൽ പോലും നമുക്കിതിനകത്ത് എന്താ ശരി എന്താ തെറ്റ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം കോടതി അടിസ്ഥാനപ്പെടുത്തി എപ്പോഴും വിധി പറയുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? മതിയായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇനി സുപ്രീം കോർട്ടിൽ ഈ പറയുന്നത് പോലെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് തെളിവുകൾ പുതിയതായി ദിലീപിനെതിരെ വരുന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകുമായിരിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ അതിജീവിതയ്ക്ക് ഇവർക്ക് ഈ പറയുന്ന 6 പ്രതികളുടെ ശിക്ഷയിൽ വലിയ മാറ്റമൊന്നും വരുന്നില്ല എന്ന് തോന്നുന്നു. എനിക്കൊന്ന് ജീവപര്യന്തം തന്നെയായിരിക്കും. കോടതി അനുവദിക്കുന്ന പരമാവധി ശിക്ഷ എന്ന് പറഞ്ഞാൽ ജീവപര്യന്തമാണല്ലോ. അപ്പോൾ ജീവപര്യന്തം തന്നെ കിട്ടുമെന്നാണ് കരുതുന്നത്. അങ്ങനെ തന്നെ കിട്ടട്ടെ എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറത്തോട്ടായിട്ടൊന്നും നമുക്കിവിടെ ഒരു പരിപാടീസൊന്നും ഇല്ലല്ലോ. ഇന്ത്യക്ക് പുറത്തോട്ടൊക്കെ ആണെങ്കിൽ പലതും കട്ട് ചെയ്യാനുള്ള വേലകൾ വരെ നടന്നേനെ. പക്ഷെ അങ്ങനെ ഒന്നും നടക്കാത്ത സ്ഥിതിക്ക് ജീവപര്യന്തം തന്നെയാണ് പരമാവധി ശിക്ഷ. അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ഉത്തരം പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കിട്ടിയില്ല എന്ന് തന്നെ നമുക്ക് ഭാഗികമായി പറയേണ്ടി വരും. കാരണം എല്ലാത്തിൻ്റെയും വലിയൊരു മാസ്റ്റർ മൈൻഡ് ഉറപ്പായിട്ടുണ്ടാവും.
ചുമ്മാ ഇരിക്കുന്ന 6 പേർക്ക് ഒരു സുപ്രഭാതത്തിൽ ഒരു നടിയെ തട്ടിക്കൊണ്ട് പോകാനും ഇതുപോലെ ബലാത്സംഗം ചെയ്യാനും അതിനെ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാനും ഒക്കെ തോന്നിയത് ചുമ്മാ ഇരുന്നുകൊണ്ടല്ലല്ലോ. അതിന്റെ ഒരു പ്രോപ്പർ അജണ്ട ഉണ്ടാവുമല്ലോ, അതിന്റെ തലപ്പത്ത് ഒരാൾ ഉണ്ടാവുമല്ലോ. അത് ആരായാലും ഇപ്പൊ ഇൻ കേസ് അത് ദിലീപല്ല എന്ന് കോടതി എന്ന് പറഞ്ഞു, മതിയായ തെളിവുകളില്ല, ഗൂഢാലോചന ഭാഗമായിട്ടില്ല എന്ന് പറഞ്ഞപ്പം അത് ആരാണ്, അത് കണ്ടുപിടിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കും ഇല്ലേ? ഭയങ്കര വിഷമം തോന്നിപ്പോയി സത്യമായിട്ടും. കാരണം ദിലീപ് കുറ്റക്കാരനല്ല അതൊന്നും അല്ല വിഷയം. വിഷമം തോന്നിയത് ഇതിനൊരു അന്തിമമായില്ലല്ലോ എന്ന് തോന്നിപ്പോ. ഇന്നിപ്പോ കേസിന്റെ വിധി പറഞ്ഞപ്പോൾ പോലും ഇതിനെന്താണ് പിന്നെ ഇതിനൊരു ഫൈനൽ, ഈ 6 പേരെ ശിക്ഷിക്കും എന്നുള്ള കാര്യം ഓൾവേസ് അറിയായിരുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ഏട്ടൻ്റെ ഒരു മാസ്റ്റർ മൈൻഡ് അങ്ങനെ തോന്നിപ്പോയി. നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി തോന്നുന്നത്? അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ? നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഇന്നിപ്പോൾ മിക്കവാറും നടക്കാൻ പോകുന്നത് അതിജീവിതയ്ക്ക് നേരെയായിട്ടുള്ള സൈബർ അറ്റാക്ക് ആയിരിക്കും. ദിലീപിന് നേരെ ഓൾവേസ് സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിജീവിതയുടെ ആൾക്കാരുടെ സൈബർ അറ്റാക്കുകൾ നടക്കുന്നുണ്ടാവാം, പിന്നെ പൊതുജനങ്ങളുടെ സൈബർ അറ്റാക്കുകൾ നടക്കുന്നുണ്ടാവാം. ഇനി നേരെ ഇന്ന് മുതൽ കഥ തിരിച്ച് ഉൾട്ട മറിയും. കാരണം അതിജീവിത മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ്, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ദിലീപിനെ വലിച്ചിഴക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് നേരെ തിരിഞ്ഞു വരും. കോടതി വിളപ്പിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മഞ്ജു വാര്യർക്കെതിരെയും ദിലീപ് സംസാരിക്കുന്നുണ്ട്. ദിലീപ് ഗൂഢാലോചന നടത്തുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് എനിക്കെതിരെ ഗൂഢാലോചനകൾ യഥാർത്ഥമായി തുടങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജുവിനെതിരെ ആഞ്ഞടിച്ച് ദിലീപ് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും സത്യം എക്കാലവും ജയിക്കട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം, അപ്ഡേറ്റ്സ് ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.